നമ്മുടെ അടുത്ത് ഈ പ്രാവശ്യം നമ്മൾ പിന്നെ പുതിയ കാണിക്കാത്ത ഒരു BMW ഉണ്ട്. ഇതുവരെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. BMW 220i എന്ന് പറഞ്ഞത് ആകെ 2 മാസമായിട്ടുള്ള വണ്ടി ഇറങ്ങിയിട്ട്. പെട്രോൾ പിന്നെ ഫോർച്യൂണർ പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, അങ്ങനെ ഒരുപാട് എല്ലാ വണ്ടികളും ഉണ്ട്. 23 6 മാസമാണ് ഈ വർഷം വന്ന 2 വർഷമായി വെറും 4000 ഓടിയിട്ടുള്ളൂ. ഏതാ ഓപ്ഷൻ വരുന്നത്? STX ആണ്. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 290 നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി ചെറിയ വിലയിൽ ടൗണിലൊക്കെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ മൈലേജ് ഉള്ള ഒരു ഫാമിലി പർപ്പസിന് പറ്റിയ നല്ലൊരു കാറ് കൊണ്ടുപോകാം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 2022 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 62,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഫുൾ 62,000 ഡീസൽ ഫുൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? ഇത് 42,000 കിലോമീറ്റർ, 42,000. ഓക്കെ. ആ ടയേഴ്സൊക്കെ ഏകദേശം ആ ഒരു ലെവലിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇതിനിപ്പോൾ എത്ര ചോദിക്കുന്നത്? ഒറിജിനൽ കേരളയാണ്, അറിയ വണ്ടി ഒന്നുമല്ല, ഒറിജിനൽ കേരള വണ്ടി. ഇതിനിപ്പോൾ എത്ര ചോദിക്കുന്നത്? ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ്, 2020 സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. ഇതിന്റെ ഫുൾ ഹിസ്റ്ററി ഇപ്പോൾ കയ്യിലുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഷമീസ് കാസിൽ ഷമീർഖാന്റെ കൂടെയാണ്. ഷമീർ ഖാൻ സ്വാഗതം. ഓക്കെ, വെൽക്കം. അപ്പോൾ എന്നത്തെ പോലെ ഞങ്ങളിങ്ങനെ കാറിന് മുന്നിൽ നിന്നിട്ടല്ല, ഷമീർ ഖാന്റെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഷമീർ ഖാന്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ആഴ്ച റോട്ടറിൻ്റെ ഒരു ടൂർണമെന്റ് ആയിരുന്നു, ബാഡ്മിന്റൺ ടൂർണമെന്റ്. അപ്പോൾ അതിൽ വാശി വന്നപ്പോൾ കളിച്ചപ്പോൾ ഒരു ജമ്പ് സ്മാഷ് ചെയ്തായിരുന്നു. അപ്പോൾ കാല് ടിസ്റ്റായി, ലിഗ്മെന്റ്, മെനിസ്കസ്, അതിനുള്ളിലെ വാഷർ, നല്ല പെരുക്കാണ്, സിവിയർ പെരുക്കാണ്. നല്ല പെരുക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, വേറൊന്നുമല്ല. പക്ഷേ ഷമീർക്ക് ഫുൾ ടൈം വീഡിയോയിൽ ഉണ്ടാവില്ല, ജസ്റ്റ് ഇന്റർവ്യൂവിൽ വന്നിട്ട് പോകാന്ന് പറഞ്ഞു. ഇതിന്റെ വീഡിയോയിൽ വരാതിരിക്കുന്നത് എങ്ങനെ കരുതിയിട്ട് അതിന് മാത്രമായിട്ട് വന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്കും അതായിരിക്കും ഇഷ്ടം അല്ലേ? ഓക്കെ. ഇന്ന് പുതിയൊരാളാണ് പരിചയപ്പെടുന്നത്, നമ്മൾ കാണിച്ചു തരാം. നമ്മളെ സെയിൽസിലുള്ള പ്രവീൺ ഉണ്ട്, നമ്മളെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. ഡീറ്റെയിൽസ് ആയിട്ട് പുള്ളി പറയുന്നതായിരിക്കും. നമ്മുടെ അടുത്ത് ഈ പ്രാവശ്യം നമ്മൾ പിന്നെ പുതിയ കാണിക്കാത്ത ഒരു BMW ഉണ്ട്. ഇതുവരെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. BMW 220i എന്ന് പറഞ്ഞത് ആകെ 2 മാസമായിട്ടുള്ള വണ്ടി ഇറങ്ങിയിട്ട്. പെട്രോൾ പിന്നെ ഫോർച്യൂണർ പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, അങ്ങനെ ഒരുപാട് എല്ലാ വണ്ടികളും ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് പ്രവീൺ കാണിച്ചു തരും, ബാക്കി പറഞ്ഞു തരും. എന്തായാലും നമുക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ ഷമീർ വിലകളെല്ലാം നമ്മൾ എല്ലാ സെറ്റൊക്കെ ഞാൻ പ്രവീണിന് കൊടുത്തിട്ടുണ്ട്. നെറ്റ് വില ആക്കിയിട്ട് പ്രവീൺ പറഞ്ഞു തരും ഡീറ്റെയിൽ ആയിട്ട്. താങ്ക് യു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്, മാങ്കാവ് തിരുവണ്ണൂർ ഭാരത് പെട്രോളിയം പമ്പിന്റെ തൊട്ടടുത്തായിട്ട് അല്ലേ? ഓക്കെ. ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണർ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എന്താവശ്യം ഉണ്ടെങ്കിലും അതിലേക്ക് വിളിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഷമീർ അടിപൊളിയായിട്ട് വരട്ടെ. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വാഹനത്തിന്റെ ഡീറ്റെയിലേക്ക് കടക്കാം. നമ്മുടെ കൂടെ പ്രവീൺ ഉണ്ട്, ആദ്യമായിട്ടാണ്. സ്വാഗതം. അപ്പോൾ ഷമീർക്ക് അല്ലാതെ ആദ്യമായിട്ടാണ് വേറൊരാൾ വീഡിയോ. അപ്പോൾ ആദ്യ വാഹനം ഷമീർക്ക് പറഞ്ഞ BMW 220i ആണ്. എനിക്ക് തോന്നുന്നു ലോഞ്ച് ചെയ്ത് 2024 ലോഞ്ച് ചെയ്തത്. ഇതേതാ മോഡൽ? 24 25? ഇത് 25ആണ്, രജിസ്ട്രേഷൻ ചെയ്തത് 25-ലാണ്. 24 മോഡൽ. അതെ. പുള്ളി ഇറക്കിയിട്ട് ഇപ്പോൾ 2 മാസം ആവുന്നുള്ളൂ. ഓക്കെ. പുതിയ വണ്ടിയാണ്, 25 മോഡലിൽ വരുന്ന, വെറും 2 മാസം പഴക്കം. കിലോമീറ്റർ എത്ര പോയി? ഇത് 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 3000 മാത്രം ഓടിയ വാഹനം. ഇതിപ്പോൾ ഓൺ റോഡ് ഞാൻ ഇപ്പോൾ ഗോൾ ചെയ്ത് നോക്കിയപ്പോൾ ഇതിനിപ്പോൾ കാണിക്കുന്ന വില എന്ന് പറയുന്നത് ഏകദേശം 60 ലക്ഷത്തിൻ്റെ അടുത്താണ്. 60 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് വരുന്നത്. മുകളിലില്ല, അതിൻ്റെ അടുത്തായിട്ട് 59 സംതിങ് ആയിട്ടാണ് കണ്ടത്. ഓക്കെ. അപ്പോൾ വേറെ 3000 ഓടിയ വണ്ടിയാണ്. വാറണ്ടി കാര്യങ്ങളൊക്കെ എത്ര വർഷം ഉണ്ട് ഇപ്പോൾ? ഇത് 5 ഇയേഴ്സ് ഉണ്ടാവും. 5 ഇയേഴ്സ് അല്ല, 5 ഇയേഴ്സ് വാറണ്ടിയിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞോ? എവിടെയാണ് രജിസ്റ്റർ ആയത്? അത് KL ലെവലിലുള്ള വണ്ടിയാണ്. KL ലെവലിലുള്ള രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഓക്കെ. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ടെമ്പററിയാണ് കണ്ടത്. അത് നമുക്ക് ഇതിൽ നമ്പർ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം, കസ്റ്റമർക്ക് ഇഷ്ടമുള്ള നമ്പർ ചൂസ് ചെയ്യാം, അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആയി കഴിഞ്ഞു. നിങ്ങൾ എടുക്കുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലേക്കാണ് വരിക. 2024 മോഡൽ, 25 രജിസ്ട്രേഷൻ, വെറും 2 മാസം പഴക്കമുള്ള ടോപ്പിൻ്റെ. ഇത് ടോപ്പിൻ്റെ വണ്ടി, ഷാഡോ എഡിഷൻ ടോപ്പിൻ്റെ വണ്ടി. ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമ്മൾ 47,50 ആണ്. 47.5 ലക്ഷം. അതെ. ഓക്കെ. 59 സംതിങ് ആണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 10-12 ലക്ഷത്തിൻ്റെ അടുത്ത് മാറ്റം വന്നു അല്ലേ? ഓക്കെ. ഒറ്റയടിക്ക് മാറി. 3000 കിലോമീറ്റർ ഓടിയ വണ്ടി, ഒറിജിനൽ കേരള. അപ്പോൾ നിങ്ങൾ പുതിയ ആരെങ്കിലും ഇത് നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിക്കോ അല്ലേ? ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും. ഷോറൂമിലേക്ക് വരാം. അതെ, തീർച്ചയായും വന്ന് നോക്കുക. അത്രയും ഒരു വില വ്യത്യാസം വന്നു കഴിഞ്ഞു. താല്പര്യമോടെ കോൺടാക്ട് ചെയ്തോളൂ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഒരു നമുക്ക് ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ. ഓക്കെ. അത്രയും വാല്യൂ ഉണ്ട് വണ്ടിക്ക്. ഓക്കെ. അടുത്ത വണ്ടിയിലുണ്ട്. അടുത്തത് SUV സെഗ്മെന്റ് ആണ്, ടാറ്റയുടെ ഹാരിയർ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത്
ഇത് 2020 മോഡല് 20 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ. 73,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. 73,000 20 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് KL 53 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഏതാ ഓപ്ഷൻ ഏതാ ടോപ്പ്? ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വരുന്ന ടോപ്പ് എൻഡ് എക്സെറ്റ് A പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം ഡീസൽ ഓട്ടോമാറ്റിക്. ടയേഴ്സ് ഒന്നും കുഴപ്പമില്ല. ഇല്ല. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡിലായിരുന്നു. സെക്കൻഡ്. ഓക്കെ. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നതിന്? ഇത് 12,80,000 രൂപയാണ്. 12,80,000 ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക് 2020 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ടാറ്റ ഹാരിയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും ലോങ്ങിനൊക്കെ പോകുമ്പോൾ. ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്. താല്പര്യമുണ്ടോ വിളിച്ചോളൂ. 1 ലാഖിൻ്റെ താഴെ ഓടിയിട്ടുള്ളൂ. ഓട്ടം കുറവാണ്. ഒരു വർഷം വെച്ച് നോക്കുമ്പോൾ ഡീസൽ വണ്ടീനെ സംബന്ധിച്ചുള്ള ഓട്ടം കുറവാണ്. താല്പര്യമുണ്ടോ പെട്ടെന്ന് വിളിക്കാം. ലോൺ എത്ര കയറിയില്ല? ഒരു 11.5 റേഞ്ചിലോട്ട് നമുക്ക് 11.5 എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ. സെഡാൻ കണ്ടു, SUV കണ്ടു. അടുത്തൊരു 7 സീറ്ററാണ് കിയയുടെ കാരൻസ്. ഒരു ലക്ഷറി 7 സീറ്റർ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2022 മോഡല്. 2022 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. 55,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡീസലാ? ഡീസലിൽ ഓട്ടോമാറ്റിക് ലക്ഷറി പ്ലസ് ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. KL 73 രജിസ്ട്രേഷനാണ്. സുൽത്താൻ ബത്തേരി, വയനാട് ജില്ല. 52,000 അല്ലോ? 52,000 22 മോഡൽ സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതിന് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഫാമിലി യൂസ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. 0 ക്ലെയിം വാഹനം. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 15-16 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 18 വരെയൊക്കെ പറയാറുണ്ട്. 18 വരെയൊക്കെ പറയാറുണ്ട്. അതാ പറഞ്ഞത്. ഓക്കെ. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. നമ്മളെന്താ പറയുക, എയർ വെന്റിലേറ്റഡ് സീറ്റ് ഫ്രണ്ടിൽ വരും. ബാക്കി എല്ലാം ഒന്നും എടുത്തു കൊണ്ടായിട്ടാണ്. ഓട്ടോ വൈപ്പർ എല്ലാം ഓട്ടോ സെൻസിങ് വൈപ്പർ. അതേപോലെ ഇതിൻ്റെ ബാക്ക് റോ അത്ര ഒരു കൺജസ്റ്റഡ് ഒന്നും അല്ല. നമ്മൾ പല വീഡിയോസിലും പറയാറുണ്ട്. അത്യാവശ്യം ഒരു ഹൈറ്റുള്ള ആൾക്ക് നല്ല സുഖത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റോ ആണ് ബാക്കിൽ വരുന്നത്. ഓക്കെ. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 15,95. 15,95,000. 2022 മോഡൽ 52,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ലക്ഷറി പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് കിയ കാരൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 14,500 ലോൺ കയറും. കയറും. 2022 നമുക്കൊരു 90% ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടി തിരിച്ച് നമ്മളൊരു ഹെവി SUVയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫോർച്യൂണറാണ്. ഫോർച്യൂണറിൻ്റെ ലാസ്റ്റ് ഷേപ്പ് ഒരു 7 സീറ്റർ SUV. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 മോഡൽ. 2022 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 42,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 42,000 മാത്രം ഓടിയ വാഹനം. KL 11 വണ്ടി തന്നെയാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ്. 2 വീൽ അല്ല? ഇത് 2 വീലാ. 4 വീൽ അല്ല. 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ്. എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ ഹിസ്റ്ററി എല്ലാം പക്കയാണ് അല്ല? നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ. കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? ഇത് 42,000 കിലോമീറ്റർ. 42,000. ഓക്കെ. ആ ടയേഴ്സൊക്കെ ഏകദേശം ആ ഒരു ലെവലിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇതിനിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഒറിജിനൽ കേരളയാണ്. അറിയ വണ്ടി ഒന്നുമല്ല. ഒറിജിനൽ കേരള വണ്ടി. ഇതിനിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് 39,75. 39,75,000 രൂപയ്ക്ക് 2022 മോഡൽ 42,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഒറിജിനൽ കേരള. ഒരു 37 lakhs ഒക്കെ ലോണല്ല. ലോൺ റേഞ്ചിൽ കിട്ടും. ഓക്കെ. അപ്പോൾ ഒരു കേരള ഫോർച്യൂണർ മോഡൽ കൂടിയ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. അടുത്ത വണ്ടിയിലോട്ട് പോകും. സെൽട്ടോസ് GT ലൈൻ ഏറ്റവും ടോപ്പ് എൻഡാണ് കിയയുടെ സെൽട്ടോസ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 2022 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 62,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഫുൾ 62,000 ഡീസൽ ഫുൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 18 റേഞ്ചൊക്കെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. മാനുവൽ ആണെങ്കിൽ 20-ൻ്റെ അടുത്ത് തന്നെ കിട്ടും. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു 18 വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ക്ലെയിം പെർഫോമൻസ് ബേസിൽ കുറച്ച് അടിപൊളിയാണ്. ഓക്കെ. പിന്നെ GT ലൈനാണ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അലോയ്സിൻ്റെ ലുക്ക് വരെ മാറും. ഇതിൻ്റെ താഴത്തൊരു ഓപ്ഷനിലോട്ട് പോകുമ്പോൾ അത്ര സ്റ്റൈലിഷാണ് അലോയ്സ് ഒക്കെ. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നതിന്? ഇത് 17,50,000 രൂപയ്ക്ക് 2022 62,000 കിലോമീറ്റർ ഓടിയ GT ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ഒരു 16 ലക്ഷം വരെയൊക്കെ അതിന് മേലെ ഒരു 1 lakh കണ്ടിറക്കാൻ പറ്റുള്ളൂ ഈ ഒരു സെഗ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ മൈലേജിൽ ഇത്രയും ഫീച്ചേഴ്സോട് കൂടി ഒരു കോമ്പാക്ട് SUV നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയൊരു മോഡലാണിത്. അടുത്ത വണ്ടിയിലോട്ട് വീണ്ടും ഒരു കാരൻസ് ആണ്. കിയ കാരൻസ് ബ്ലാക്ക് കളറാണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്. ടോപ്പ് എൻഡ് അല്ല അല്ലേ?
ഇത് ടോപ്പ് എൻ്റെ അല്ല, പ്രസ്റ്റേജ് പ്രസ്റ്റീജ് വരുന്നുണ്ട്. സൺറൂഫ് വരില്ല, അതേപോലെ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പുഷ് ബട്ടണൊക്കെ വരും. ബാക്കി എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2022 മോഡൽ, 22 പ്രസ്റ്റീജ്. ഓക്കെ, 2022 ഡീസൽ, മാനുവലില്, സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ. ഓട്ടോമാറ്റിക് വേണ്ടാത്തവർക്ക് ഇതാ നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ മാനുവൽ ഉണ്ട്. ഒരു 18-20 റേഞ്ചൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? സുഖമായിട്ട് 7 സീറ്ററിൽ ഇത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 13,95 13,90,000 ഡീസൽ മാനുവൽ 2022 പ്രസ്റ്റീജ് ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പാ? സെക്കൻഡ് ഓൺഷിപ്പിൽ സെക്കൻഡ് ഓൺഷിപ്പ് വാഹനമാണ്. ഓക്കെ, 90% ലോണും കാര്യങ്ങളില്ലേ? സുഖമായിട്ട്. ഓക്കെ, ടയേഴ്സ് ഏവറേജ് ആണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നല്ലൊരു 7 സീറ്റർ ഡീസൽ. അടുത്ത വണ്ടിയിലുണ്ട്. അടുത്ത വാഹനം വീണ്ടും ഒരു ഫോർച്യൂണർ തന്നെയാണ്, പക്ഷേ ലെക്സസിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? എവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? ഇത് KL 11 തന്നെ, 11 കോഴിക്കോട് വണ്ടി തന്നെയാണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇതിന്റെ ഡീറ്റെയിൽ 2022 മോഡല്, പിന്നെ 22,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോളിൽ ഓട്ടോമാറ്റിക്, ടു വീൽ ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. 2022 സെയിം കിലോമീറ്റർ തന്നെ, 22,000 കിലോമീറ്റർ ഓടിയത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിലുള്ള. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, വേറെ ക്ലെയിമോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ബമ്പേഴ്സ് ആണെങ്കിൽ ഇതിന്റെ നോർമൽ ബമ്പേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. മാറ്റാൻ പറ്റൂല, ഗ്രില്ല് ഇതൊക്കെ മാറ്റാം. ഓക്കെ, ഒറിജിനൽ ഷേപ്പിലേക്ക് ഓൺ ആക്കി തരാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാം. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മളൊരു 35,50,000 രൂപയാണ് ഇപ്പോൾ ഇതിന് ചോദിക്കുന്നത്. പെട്രോൾ, ടു വീൽ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർഷിപ്പ്, 22,000 കിലോമീറ്റർ ഓടിയ 2022 ഫോർച്യൂണറാണ്. ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ലോൺ ഒരു 90% കാര്യം. സുഖമായിട്ട്. വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? വേറെ ഇഷ്യൂസ് ഒന്നും. അടുത്തതാ MG ഹെക്ടർ വന്നു. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ. ഹെക്ടർ അല്ലേ? പ്ലസ് അല്ലല്ലോ? അല്ല. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ. 2020 അല്ലേ? ഏതാ? ഡീസലാ? ഡീസൽ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക്കാ? പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പൻ്റെ. ഓക്കെ, 2020 പെട്രോൾ ഓട്ടോമാറ്റിക്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 26,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. ഏതാ? ഷാർപ്പാ? ഷാർപ്പ് ഏറ്റവും ടോപ്പൻ്റെ വാഹനമാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ലൊരു വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്. ഇതൊരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന, ഒരു കംഫർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു സുഖമാണ്, യാത്രാ സുഖമുള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര കൊടുക്കാം ഇത്? ഇത് നമ്മൾ ചോദിക്കുന്ന 11,80,000. 11,80,000 പെട്രോൾ ഓട്ടോമാറ്റിക് ഷാർപ്പ് ടോപ്പ് എൻഡ് MG ഹെക്ടർ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. 2020 മോഡൽ വണ്ടി. ഒരു 10-10 ലോൺ വരുമോ? സുഖമായിട്ട് കയറും. എന്തായാലും കയറില്ല. മാക്സിമം ഫുൾ ലോണ് ചാൻസ് ഉണ്ടാവില്ല? ഫുൾ ലോണ് നല്ല ട്രാക്കൊക്കെ ആണെങ്കിൽ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലുണ്ട്. അടുത്ത വെന്യൂ ആണ് KL 18 രജിസ്ട്രേഷൻ, വടകര രജിസ്ട്രേഷൻ വാഹനമാണ്, കോഴിക്കോടില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2020 മോഡൽ വണ്ടിയാണ്. ഓക്കെ, 2020 സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഏത് ഓപ്ഷൻ? ഓട്ടോമാറ്റിക് പെട്രോൾ. ഓപ്ഷൻ ഏത് ഓപ്ഷൻ? ഇത് ഫുൾ ഓപ്ഷനാണ്, ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ്. 2020 സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. ഇതിന്റെ ഫുൾ ഹിസ്റ്ററി ഇപ്പോൾ കയ്യിലുണ്ട്, അതായത് മൊബൈലിലുണ്ട്. അത്രയും നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമ്മളിപ്പോൾ ചോദിക്കുന്നത് ഒരു 8,80 കിട്ടിയാൽ നമ്മൾ കൊടുക്കും. 2020 അല്ലേ? ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വെന്യൂ പെട്രോൾ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാം. ഇതിന് ലോൺ എത്ര കയറാൻ ചാൻസ്? ഇത് എന്തായാലും ഒരു 8 രൂപേൻ്റെ അടുത്തൊരു സുഖമായിട്ട് കിട്ടില്ല. വീണ്ടും ഒരു MG ഹെക്ടറാണ്. ഹെക്ടർ പ്ലസ് അല്ലേ? 6 സീറ്റർ വാഹനമാണ്. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇതിന്റെ ഡീറ്റെയിൽ 2020 മോഡൽ, സിംഗിൾ ഓണർ. ഓക്കെ, 37,000 കിലോമീറ്റർ ഓടിയ. 37,000 കിലോമീറ്റർ 2020 സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഓപ്ഷൻ ഷാർപ്പ് തന്നെയാണ്. ടോപ്പ് എൻഡ് വാഹനമാണ്. ഡീസലാ? ഇത് പെട്രോളാണ്. ഡീസലല്ല, ഓട്ടോമാറ്റിക് പെട്രോൾ. ഓക്കെ, ഷാർപ്പ് തന്നെയാണ്. നേരത്തെ കണ്ട സെയിം വാഹനം തന്നെ, 6 സീറ്റർ. അത്രയേ ഉള്ളൂ. ഹെക്ടർ പ്ലസിലേക്ക് വരുമ്പോൾ ഫുൾ കമ്പനി സർവീസ് എല്ലാം പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. പിന്നെ വാറണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വാറണ്ടിയിൽ ചേഞ്ച് ചെയ്തോ? കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ? ഹിസ്റ്ററിയില്ല, ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്, കയ്യിലുണ്ട്. ഇത് എത്ര കൊടുക്കാം ഇപ്പോൾ? ഇത് നമുക്കൊരു 13,75,000. 13,75,000 രൂപയ്ക്ക് 2020 ഹെക്ടർ പ്ലസ് ഷാർപ്പ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ,
ലോണ് 90% കാരണം ലോണും കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ ടയേഴ്സ് എല്ലാം പുതിയ അടിപൊളി ടയർസാണ്, അതാ നോക്കിയത്. ടയർസാണ്. ഓക്കെ ഓക്കെ, ഒന്നും ചെയ്യാനില്ല. അടുത്ത വണ്ടിയിലുണ്ട്. ഇതാ വീണ്ടും ഒരു സെൽട്ടോസ് KL 39 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാ ഇതിന്റെ കാര്യങ്ങൾ? 2021 മോഡല്, സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. 41,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് GTX GT ലൈൻ തന്നെ ടോപ്പ്. ഓക്കെ. ഇതൊക്കെ വരും. സീറ്റ് വെന്റിലേഷൻ എല്ലാം വരുന്ന ഫുൾ ലോഡഡ് വാഹനമാണ്. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ ഒരു വർഷം വെച്ച് നോക്കുമ്പോൾ അല്ലേ? ക്ലെയിം എന്തെങ്കിലും ഇല്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിളാണ് പറഞ്ഞത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുകയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സാധാരണ പെട്രോളിൽ ഒരു 13-16 റേഞ്ചൊക്കെ ഇതിൻ്റെ മൈലേജ് പറയാറുണ്ട്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒരു 1-2 കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. പ്രൈസ് എങ്ങനെയാണ് ഇത്? പ്രൈസ് ഇതിൻ്റെ വരുന്നത് 12,85. 12,85,000 രൂപയ്ക്ക് ഈ ഒരു സെൽട്ടോസ് പെട്രോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒരു 12 തന്നെ ലോൺ കിട്ടുമല്ലോ, 12 മേലെ കിട്ടുമോ? സുഖമായിട്ട് കയറും. ഓക്കെ, ഒരു 1 ലാഖിൻ്റെ അകത്ത് കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാം അല്ലേ? എല്ലാ വണ്ടികളും എല്ലാത്തിനും ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. ഇപ്പോൾ എല്ലാത്തിനും ഹിസ്റ്ററി ഇപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവൈലബിൾ ആക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സെയിൽ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. അടുത്ത വണ്ടി. അടുത്തതാ നല്ലൊരു അടിപൊളി ബ്ലാക്ക് സോണറ്റ് ആണ്. ഇപ്പം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു കോമ്പാക്ട് SUV ആണ്. KIA KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെയാണ് വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ മോഡൽ? ഡീറ്റെയിൽ എന്ന് പറയുന്നത് 2023 മോഡലാണ്. സിംഗിൾ ഓണർ, 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4,000 അത്രയ്ക്കും ഫ്രഷ് ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, 4,000 മാത്രമാണ്. 23 6-ാം മാസമാണ്. ഈ വർഷം വന്നാൽ 2 വർഷമായി. വെറും 4,000 ഓടിയിട്ടുള്ളൂ. ഏതാ ഓപ്ഷൻ വരുന്നത്? STX ആണ്. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുഷ് ബട്ടണും ഒക്കെ വരും. പക്ഷേ വെന്റിലേഷൻ സീറ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അലോയ്സ് ചേഞ്ച് വരും. പെട്രോൾ ഓട്ടോമാറ്റിക് കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക്. ടോപ്പിലേക്ക് പോകുമ്പോൾ ആ ഒരു വ്യത്യാസമാണ്. STX-ലാണ് ഇപ്പോൾ ഉള്ളത്. മൈലേജ് ഒരു 12-15 ആ റേഞ്ച്. പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ ഏകദേശം ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു ക്ലെയിമും ഇല്ല. 0 ക്ലെയിം. പുതിയതായിട്ടുള്ള വണ്ടിയല്ലേ. വാറണ്ടി ഉണ്ടാവും. 26 വരെ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമായിരിക്കും അല്ലേ? ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് നമുക്ക് 11,95. 11,95,000 രൂപയ്ക്ക് HTX ഓട്ടോമാറ്റിക് പെട്രോൾ 2023 വെറും 4,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കിട്ടൂലേ? ഫുൾ ലോണ്. ഓക്കെ, ഒന്നും പറയില്ല. അടുത്ത വണ്ടിയിലോട്ട്. നമ്മൾ ഇത്രയേറെ വലിയ വണ്ടികളൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടിയായി വന്നിരിക്കുന്നത് ഡാറ്റ്സൺ റെഡിഗോ ആണ്. ഒരു കുഞ്ഞൻ വണ്ടിയാണ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് വരുന്നത്? ഇത് 2021 മോഡൽ വണ്ടിയാണ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടി. ട്രിവാൻഡ്രത്തുള്ള വണ്ടിയാണ്. KL 1 രജിസ്ട്രേഷൻ. KL 01 അല്ല, KL 80. ഓക്കെ, ട്രിവാൻഡ്രം ജില്ലയിൽ വരുന്നതാണ്. കാരണം ഈ വണ്ടി കൊണ്ടുവന്നത് ഞാനാ, അവിടെ പോയി എടുത്തോണ്ട് വന്നത്. അതുകൊണ്ട് അത്ര ഉറപ്പായിട്ട് പറഞ്ഞു. പിന്നെ അടിപൊളി മൈലേജ് ആണ്. എത്ര കിട്ടുന്നുണ്ട്? എങ്ങനെ പോലും എനിക്ക് തോന്നുന്നു ഒരു 18-19 സുഖമായിട്ട് പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ കിട്ടുന്നുണ്ട്. അവിടുന്ന് ഇവിടെ വരെ ആപ്പാടെ 1,800 രൂപയ്ക്ക് കണ്ട പെട്രോൾ അടിച്ചിട്ടുള്ളൂ. അത് ശരി. അപ്പം മൈലേജിൽ അത്രയും, പിന്നെ പെർഫോമൻസും ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു 1000 cc ആണ് വരിക. 1000 cc ഓട്ടോമാറ്റിക്കലി. 20 മോഡൽ, 21 മോഡൽ. തിരുവനന്തപുരം ഭാഗത്ത് എവിടെയാണ്? എന്തെങ്കിലും ക്ലെയിമോ കാര്യമുണ്ടോ? ഇല്ല, ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? ഇത് 29,000 കിലോമീറ്റർ. 29,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 21 മോഡലിൽ. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഒരു ബഡ്ജറ്റ് വില തന്നെ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് എത്ര കൊടുക്കാം? 2,90,000 നമുക്ക് കൊടുക്കാം. 2,90,000 രൂപയ്ക്ക്. ഇത് ഫുൾ ഓപ്ഷനാണ്? ഇതിന്റെ ഫുൾ ഓപ്ഷനാണ്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ. ഓക്കെ, റെഡി ഫുൾ ഓപ്ഷൻ. 2,90,000 നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി ചെറിയ വിലയിൽ ടൗണിലൊക്കെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ മൈലേജ് ഉള്ള ഒരു ഫാമിലി പർപ്പസിന് പറ്റിയ നല്ലൊരു കാറ് കൊണ്ടുപോകാം. ഫുൾ ഓൺ വരുമോ? ഫുൾ ഓൺ കിട്ടും. ഫുൾ ഓൺ ചാൻസ് ഉണ്ട്. മോഡൽ കൂടിയ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. കോൺടാക്ട് ഡീറ്റെയിൽ ഇതാ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് മാത്രമല്ല ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഇപ്പോൾ വന്ന ന്യൂ സ്റ്റോക്ക്. ഇനിയും ഇവർക്ക് പോളിഷിങ്ങിലൊക്കെ ആയിട്ട് വണ്ടികളുണ്ടല്ലോ, വണ്ടി യാർഡിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സ്റ്റോക്ക് ഇപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് സ്റ്റോക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോയിലുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത്, കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ബ്രോ. ബൈ.